എം.ടി. വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പരാമർശിച്ച വിൽഹം റീഹ് ആരാണ്? കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യവുമായി മാറിയെന്നാണ് എം.ടി. വാസുദേവൻ നായർ പറഞ്ഞത്. അധികാരം ജനസേവനത്തിനെന്ന സിദ്ധാന്തം കുഴിച്ചുമൂടിയെന്നും ജനാവലി ആൾക്കൂട്ടമായി മാറുന്നുവെന്നും ഈ ആൾക്കൂട്ടത്തെ പടയാളികളും ആരാധകരുമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞതെല്ലാം വിൽഹം റീഹ് എന്ന ചിന്തകൻ 1944 സോവിയറ്റ് ഭരണകൂടത്തിനെതിരെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന വിൽഹം റീഹ് എന്ന ചിന്തകൻ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരനും പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിമർശകനുമായിരുന്നു. യഥാർത്ഥത്തിൽ ഫ്രോയിഡിന്റെ ശിഷ്യനും മനഃശാസ്ത്രജ്ഞനും മാർക്സിയൻ തത്വചിന്തകനുമായിരുന്ന വിൽഹം റീഹ് ആരാണ്? അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്? 1897 മുതൽ 1957 വരെ ജീവിച്ച ഓസ്ട്രിയൻ സൈക്കോ അനലിസ്റ്റാണ് വിൽഹം റീഹ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യൻ. മെഡിസിനിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തി. ഫ്രോയിഡിന്റെ വിയന്ന ആംബുലറ്റോറിയം ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്ത അദ്ദേഹം ന്യൂറോസിസ് ലൈംഗികതയും സാമൂഹ്യ രാഷ്ട്രസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശകലനം ചെയ്ത് സൈക്കോ അനാലിസിസും മാർക്സിസവുമായി സമന്വയിപ്പിച്ചു. വിൽഹം റീഹ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൗർബല്യങ്ങളെ വിമർശന വിഷയമാക്കിയ വ്യക്തിയാണ്. മാർക്സിന് ശേഷം പ്രത്യക്ഷപ്പെട്ട മാർക്സിസ്റ്റ് നിരൂപകരെ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ അവഗണിച്ചു തള്ളുകയായിരുന്നുവെന്നും സാംസ്കാരിക മേഖലയോടും പ്രത്യേകിച്ച് മനഃശാസ്ത്ര, മതം, സാമൂഹ്യ ശാസ്ത്രത്തിലെ പുതിയ വഴിത്തിരിവുകൾ, ലൈംഗികത, സ്ത്രീ പുരുഷ ബന്ധം, കുടുംബസങ്കല്പത്തിലെ പരിണാമഭേദങ്ങൾ ഇവയെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തിലേക്ക് പ്രവേശിക്കാതെ പാടിപ്പഴകിയ പല്ലവികൾ ആവർത്തിക്കുന്നതിന്റെ അപകടവും തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. 1930 നാസി ജർമ്മനിയിൽ നിന്നും ഒളിച്ചോടേണ്ടി വന്ന ഇദ്ദേഹത്തിനെ 1947 US അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിലും US ഇദ്ദേഹത്തിന്റെ എഴുത്തുകളും പുസ്തകങ്ങളും നശിപ്പിക്കപ്പെട്ടു. തികച്ചും വിവാദപരമായ എഴുത്തിനും ജീവിതവുമായിരുന്നു വിൽഹം റീഹിന്റേത്. വിൽഹം റീഹിന്റെ ഒരു പ്രധാന പുസ്തകമാണ് ഫാസിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട ദ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഫ്രോയിഡിനെയും മാർക്സിനെയും യാക്ക് ലക്കാനെയും സമഗ്രമായി പഠനത്തിന് വിധേയമാക്കുകയാണ് വിൽഹം റീഹ് ചെയ്യുന്നത്. നാസി പാർട്ടിയുടെയും ഹിറ്റ്ലറിന്റെയും ഉദയവും അതിനുള്ള ജനസമ്മതിയും എങ്ങനെ മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഉരുത്തിരിയുന്നു എന്നാണ് പുസ്തകത്തിൽ വിശകലനം ചെയ്യുന്നത്. എങ്ങനെയാണ് ജനസമൂഹം അവരുടെ താല്പര്യത്തിന് എതിരായിരുന്നുവെങ്കിലും ഫാസിസത്തെ പിന്തുണയ്ക്കുന്നതെന്നും ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രോയിഡൻ സൈക്കോളജിയുടെ അടിസ്ഥാനമായ ലൈംഗികതയുടെ അടിച്ചമർത്തലാണ് റീക്കും ഇവിടെ മൂലകാരണമായി കാണുന്നത്. വിരുദ്ധം എന്ന് തോന്നുന്ന നാസി, കമ്മ്യൂണിസ്റ്റ്, ലിബറൽ, ജനാധിപത്യ US ഭരണകൂടങ്ങൾ എല്ലാം തന്നെ ഫാസിസവും അത് രൂപീകൃതമാകുന്ന മനഃശാസ്ത്ര സാമൂഹ്യ കാരണവും വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകത്തെ ഭീതിയോടെ ലോകരാജ്യങ്ങൾ കണ്ടു എന്നത് തന്നെ ഈ പുസ്തകത്തിന്റെ റാഡിക്കൽ സ്വഭാവം വെളിവാക്കുന്നതാണ്. പുസ്തക പ്രകാശനത്തോടെ ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. നാസികൾ അധികാരത്തിൽ വന്നപ്പോൾ പുസ്തകം നിരോധിച്ചു. അപകടമണത്ത വിൽഹം ഓസ്ട്രേലിയയിലേക്ക് നാടുവിട്ടു. ഇന്റർനാഷണൽ സൈക്കോ അനലിസ്റ്റ് അസോസിയേഷൻ ഇദ്ദേഹത്തെ അമിത രാഷ്ട്രീയം പറഞ്ഞു എന്ന പേരിൽ പുറത്താക്കി. 1956 അമേരിക്ക അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം കത്തിച്ചു കളഞ്ഞ് പ്രതിഷേധം അറിയിച്ചത്. പക്ഷെ ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളാണെങ്കിലും നാസി ഭരണകൂടമാണെങ്കിലും ഫാസിസ്റ്റ് രീതിയിലേക്ക് തിരിയുന്നു എന്ന പ്രവണതയുടെ മനഃശാസ്ത്രപരമായ വിശകലനമാണ് ദ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം പറയുന്നത്. താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സാംസ്കാരിക നായകർ വയറ്റിപ്പിഴപ്പനായി എടുക്കുന്ന നിലപാടുകൾ പെട്ടെന്ന് തന്നെ വിസ്മരിക്കപ്പെടും. എന്നാൽ വിൽഹം റീഹിനെ പോലെ ഒരു ജനതയ്ക്ക് വേണ്ടി ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ വെല്ലുവിളിച്ച ആളുകളുടെ ആശയങ്ങൾ എക്കാലവും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമെന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. ആ ചരിത്രത്തിന്റെ സാക്ഷ്യപത്രമാണ് എം.ടി. വിൽഹം റീഹിനെ ഉദ്ധരിച്ചുകൊണ്ട് പിണറായി വിജയൻ ഭരണകൂടത്തിനെതിരെ ഉയർത്തിയ വിമർശനം. ആ വിമർശനം കുറുക്കിക്കൊള്ളുന്നതായിരുന്നു എന്നത് പറയാതെ വയ്യ. അത് പിണറായി വിജയനെ മാത്രമല്ല, ലോകത്ത് അധികാരം കൈയാളുന്ന ഏതൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനുമെതിരെയുള്ള അതിനിഷിദ്ധമായ വിമർശനമായിരുന്നു. നല്ല സമൂഹത്തിനെ സൃഷ്ടിക്കുന്നതിന് പകരം ആരാധക വൃന്ദത്തെയും കഴുകനും സൂര്യനും പിന്നെ ചന്ദ്രനുമാണെന്ന് വിശേഷിപ്പിക്കുന്ന നിരവധി ആളുകളും ആൾക്കൂട്ടത്തെയും സൃഷ്ടിക്കുകയാണ് ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളെ പല രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
MTയുടെ വിമർശനം ഫാസിസ്റ്റ് ഭരണം കൈയാളുന്ന ഏതൊരു ഭരണാധികാരിക്കും യോജിക്കുന്ന വിമർശനങ്ങളാകുന്നു. ഇതോർക്കേണ്ടത് ഇപ്പോഴത്തെ സാംസ്കാരിക നായകരും എഴുത്തുകാരും തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ കാലത്തിന് അതീതമാകണമെങ്കിൽ വിൽഹം റീഹിനെ കണ്ടു പഠിക്കേണ്ടതുണ്ട്.